ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പറയാൻ വേണ്ടിയാണ് കേട്ടോ. ഇന്നലെ ഇട്ട വീഡിയോയിൽ എനിക്ക് നല്ല കമൻസും കാര്യങ്ങളും സപ്പോർട്ടും ഷെയറിങ്ങും എല്ലാതും കിട്ടിയിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്തതിന്, എന്നെയും മക്കളെയും സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അവരൊക്കെ എൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ഈ വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ. അറിയാലോ എനിക്ക് 4 മക്കളാണ് എന്ന്. അതിൽ 2 കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു 2 ഉറങ്ങിയിട്ടുണ്ട്, 2 ഉറങ്ങിയിട്ടില്ല. ഒരാൾക്ക് നാളെ മദ്രസ ഉണ്ട്, അപ്പോൾ ഉറങ്ങാൻ പോയിട്ടുണ്ട്. അവള് പിന്നെ എൻ്റെ കൂടെ കുറേ നേരം വൈകിട്ടൊക്കെ ഉറങ്ങുള്ളൂ. പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷം കമൻറ്റ് ചെയ്യണേ. ആദ്യമായി ചാനൽ കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ മാസം 10-ാം തീയതി വന്നാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമാവും. ഈ 10 കൊല്ലത്തിൽ ഈ 4 മക്കൾ മാത്രമാണ് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള ഭാഗ്യം കേട്ടോ. മക്കളായി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, നമ്മുടെ ജീവിതം മറന്ന് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുക. അവറ്റുങ്ങളുടെ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ ആഗ്രഹങ്ങളും മക്കളായ അവർക്ക് ഉണ്ടാവില്ല. ഒരു ബർത്ത്ഡേ വന്നാൽ എന്തെങ്കിലും വാങ്ങണം, ഒരു ചെറിയ സൈക്കിള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവറ്റുങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. നല്ല നല്ല ഡ്രസ്സ് ഇട്ട് നടക്കാനും ഒക്കെ പൂതി ഉണ്ടാവും. സത്യം പറഞ്ഞാൽ കൊല്ലത്തിൽ പെരുന്നാൾ വരുമ്പോഴടക്കം പറ്റുങ്ങൾക്ക് നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഇന്നില്ല. അവരപ്പാക്ക് ജോലി ഉണ്ട് പറഞ്ഞാൽ നമ്മൾ കുടിയും കാര്യങ്ങളും ചിലവും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. 4 മക്കളും പിന്നെ ഇവിടെ ഉമ്മ ഉണ്ട്, ഇപ്പം ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ച് പോണ്. അന്നന്നത്തെ ചിലവ് അന്നന്ന് നയിക്കണം. നമ്മൾ നാളേക്ക് വെച്ചിട്ട് നമ്മൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. ഞാൻ 3 മക്കളാവണ വരെ സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ 4 ആളായ അപ്പോൾ അവറ്റിങ്ങ വളർന്ന് വരികയാണ്. ഈ വീട്ടിൽ അവറ്റിങ്ങൾക്ക് നടക്കാനോ കിടക്കാനോ ഓടിക്കളിക്കാനുള്ള സ്ഥലം ഒന്നുമില്ല. അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ മനസ്സിൽ വീട് എന്നുള്ള ബോധം തന്നെ ഉണ്ടായിരുന്നത്. അവറ്റിങ്ങൾക്ക് അടച്ചു പൂട്ടി പേടില്ലാതെ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടൊരു പേരുണ്ടാവണം എന്നുള്ള നല്ലൊരു ആഗ്രഹമുണ്ട്. പിന്നെ അവറ്റിങ്ങളുടെ ഒരു കുഞ്ഞു ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാനും വർഷങ്ങളെടുക്കുന്നുണ്ടാവും. നല്ല ക്ഷമ വേണം യൂട്യൂബിൽ വീഡിയോ ഇടാനും അത് കൈകാര്യം ചെയ്യാനും എല്ലാറ്റിനും നല്ല ക്ഷമ വേണം. ഞാനതിന് സത്യം പറഞ്ഞാൽ നല്ല ഫോണും കൂടിയല്ല, എന്നാലും കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് വന്നത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഈ മക്കൾ തന്നെയാണ് കാരണക്കാർ കേട്ടോ. ഭർത്താവിൻ്റെ സപ്പോർട്ടും ഉണ്ട്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഇട്ടോ എന്നാൽ കഴിയുമെങ്കിൽ വീഡിയോ ഇട്ടോ. എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. എനിക്ക് വയ്ക്കുമെങ്കിൽ വീഡിയോ ഇട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. മക്കളെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വീഡിയോസ് ഇടാനൊക്കെ ബുദ്ധിമുട്ടാവും, എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും. കുഞ്ഞു മക്കളല്ലേ ഒക്കെ. മൂത്താൾക്ക് 9 വയസ്സ്, പിന്നെ അതിൻ്റെ താഴെ എല്ലാവരും. അപ്പോൾ പറ്റുമെങ്കിൽ വീഡിയോ ഇട്ടോ, അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, വർഷങ്ങൾ എടുക്കുന്നുണ്ടാവും, നല്ല ക്ഷമ വേണം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ. അപ്പോൾ ഞാനതൊന്നും കുഴപ്പമില്ല, ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. നമ്മളിവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും ചെറിയ വീടാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ചെറിയ വീട്ടിൽ സ്വർഗ്ഗമാണ്, മനസ്സമാധാനമാണെന്നാവും എല്ലാവരും വിചാരം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ എന്നാണോ ഇറങ്ങേണ്ടത് എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ മക്കളായിട്ട്. ജപ്തി വീടാണിത്. ജപ്തിക്ക് 2-3 നോട്ടീസൊക്കെ കാര്യങ്ങളൊക്കെ വന്നിക്കണ്. എന്നാൽ ഇവിടുന്ന് ഇറങ്ങേണ്ടതൊന്നും അറിയില്ല. അങ്ങനെയാണ് ഈ വീടിൻ്റെ അവസ്ഥ. ഒരുപാട് വട്ടം ബാങ്കുകാർ വിളിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വല്യപ്പയും വല്യമ്മയും ഉണ്ടായിരുന്നു. അവർ ഇല്ല കേട്ടോ, ലോകത്തില്ല. അവർ മരിച്ചു പോയിക്കണ്. വല്യപ്പ മരിച്ചിട്ട് 1 കൊല്ലമായി, വല്യമ്മ മരിച്ചിട്ട് 5-6 കൊല്ലമൊക്കെ ആയിക്കണം കേട്ടോ. വല്യപ്പ എടുത്തതായിരുന്നു ജപ്തിക്ക് വേണ്ടി, പൈസക്ക് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അത് അടക്കാത്ത കാരണം ജപ്തിയായി. പലിശ ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ പലിശ കയറിയിട്ട് ഇപ്പോൾ ആർക്കും വീണ്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിക്കണ്. അങ്ങനെ പിന്നെ എൻ്റെ അപ്പാക്ക് സഹായിച്ചൂടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. എൻ്റെ അപ്പാക്കും അവിടെ എൻ്റെ പേരയിലാണെങ്കിലും അവിടെ എനിക്ക് എൻ്റെ മേലെ 2 താത്താരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 2 താത്താരും ഒരു അനിയനും ഉണ്ട്. അനിയൻ്റെ കാര്യം എന്നല്ല പറഞ്ഞത്, ഓന് പടകൂട അറിവിൻ്റെ പണിക്ക് പോവുകയാണ്. 2 താത്താർ അവരെ കല്യാണം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരാൾക്ക് ഈ അപസ്മാരത്തിൻ്റെ രോഗമുണ്ട്. അവൾ 40-ാമത്തെ ദിവസം മുതലേ ഗുളിക
കഴിക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് 34 വയസ്സൊട്ട് ആവാനായിക്കണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ താത്താക്ക് വായിൽ പല്ലിൻ്റെ പ്രശ്നമുണ്ട്, തീരെ പല്ലില്ല. ജനിച്ച അന്ന് മുതൽ 11 പല്ലുണ്ടായിരുന്നു. ഇപ്പോൾ തീരെ അവൾക്ക് പല്ലിൻ്റെ പ്രശ്നങ്ങൾ ഉള്ള കാരണം തീരെ വായിൽ പല്ലില്ല. അതുകൊണ്ട് തന്നെ അവളുടെ കല്യാണങ്ങളും ഇതുവരെയും അവൾക്ക് ആലോചനകൾ വന്നാലും ഇതുവരെ ശരിയായിട്ടില്ല. അങ്ങനെ എപ്പാക്ക് ആ വിഷമങ്ങളും കാര്യങ്ങളും, പിന്നെ എപ്പാക്ക് തന്നെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എപ്പ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. എന്ത് ഇപ്പോൾ മക്കൾക്കാണെങ്കിലും എന്താവശ്യം വന്നാലും ഇമ്മ ആയാലും ഇപ്പം ആയാലും ആരായാലും സഹായങ്ങൾ അവരാലുള്ളത് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതുകൊണ്ടായില്ലല്ലോ, നമുക്ക് ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ വെച്ചിട്ടാണ് ഞാൻ ഇതിന് തുടങ്ങിയത് കേട്ടോ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ചെറുതാണെങ്കിലും അവറ്റിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും സാധിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മൂന്നാമത്തെ മകനെ ഞാൻ പ്രസവിച്ചത് പൊന്നാനി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നാണ് ഞാൻ പ്രസവിച്ചത്. അന്ന് അവനിക്ക് ഡോക്ടർമാർ കിട്ടില്ല എന്ന് പറഞ്ഞതായിരുന്നു. അവനെ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. 17 ദിവസം വലിയ ICUലായിരുന്നു. 18 ദിവസം വലിയ ICU, അങ്ങനെ 3 ICU ഉണ്ടാവും. അങ്ങനെ അവസാനം ചെറിയ ICUക്ക്, സാധാ ICUക്ക് ആക്കിയിട്ട് അവൻ്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഹാർട്ടിന് ഹോളുണ്ടായിരുന്നു. അതിന് ഓപ്പറേഷനും കാര്യങ്ങളൊന്നും വേണ്ട പറഞ്ഞ്, അത് നോർമലി മാറും പറഞ്ഞ്. പിന്നെ എനിക്ക് ഈ ശ്വാസം മുട്ട് നല്ല ഉണ്ട്, കഫക്കെട്ട്, ചുമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കഫക്കെട്ടോ ചുമ അങ്ങനെയുള്ള പിടിക്കാനൊന്നും പാടില്ല. എനിക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. എനിക്ക് ഇൻഹേലർ ഉപയോഗിക്കണം കേട്ടോ. ചുമ വരുമ്പോഴാണെങ്കിലും കഫക്കെട്ട് വരികയാണെങ്കിലും ഇൻഹേലർ ഉപയോഗിച്ചിട്ടാണ് അവൻ പോണത്. അവൻ്റെ ചികിത്സ വരുന്നത് EMS ഹോസ്പിറ്റലിലാണ് അവനക്ക് ചികിത്സ വരുന്നത് കേട്ടോ. മാസം ചെക്കപ്പ് ചെയ്യണം. പക്ഷേ ഞങ്ങളങ്ങനെ ഡെയിലി മാസം പോവാറില്ല. ഇൻഹേലർ കയ്യിൽ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് കൂടുതൽ ശ്വാസം മുട്ട് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്. മാസം പോകാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. ഇവിടുന്ന് കുറച്ച് പോകണം. പെരിന്തൽമണ്ണ 10,000-2000 രൂപയുടെ ചിലവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ പെരിന്തൽമണ്ണയാണ്. അവനക്ക് കഫക്കെട്ടും കാര്യങ്ങളും ന്യൂമോണിയ പെട്ടെന്ന് ബാധിക്കും. അതിലുള്ള കാരണം ഞങ്ങൾ കൂടുതൽ വന്നാൽ പെരിന്തൽമണ്ണ അഡ്മിറ്റ് ആക്കിയിട്ട് അവൻ്റെ ഇത് മാറുള്ളൂ. കിട്ടില്ല എന്ന് പറഞ്ഞ മോനാണ് കേട്ടോ. ഇപ്പോൾ അവനക്ക് 3.5 വയസ്സായി. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ്റെ കയ്യിൽ കരുതണം. ശ്വാസം മുട്ട് നല്ല ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഇൻഹേലർ പറഞ്ഞ സാധനമുണ്ട് കേട്ടോ. പിന്നെ 3 പെൺകുട്ടികളാണെന്നുള്ള വേജാറൊന്നും ഇല്ല. അവറ്റിങ്ങൾക്ക് ഒരു വീടായി കിട്ടണമെന്ന് മാത്രമുള്ളൊരു പൂതിയുള്ളൂ കേട്ടോ. പിന്നെ പെൺകുട്ടികളാണ്, അവരെ നാളെ ആരാൻ്റെ കയ്യിൽ കൊടുക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. എന്ന് വെച്ചാൽ അവറ്റിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവറ്റിങ്ങളുടെ കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കൊടുക്കണം, ഒരു അടച്ചുറപ്പുള്ളൊരു വീട് ഉണ്ടാവണം. അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. വേറെ ഒന്നും ആഗ്രഹങ്ങളില്ല. പിന്നെ കുടിയിൽ മുട്ടില്ലാതെ ജീവിച്ച് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്രയും നേരം ഇതൊക്കെ കേട്ട് ക്ഷമിച്ചിട്ട് ഇതൊക്കെ കേട്ടവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.